പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് തിങ്കളാഴ്ച നന്നായിട്ട് നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനം കഴിഞ്ഞിരിക്കുകയല്ലേ. ഒന്ന് രണ്ട് പേരൊക്കെ ചോദിച്ചു കേട്ടോ, അച്ഛാ ഇന്ന് പ്രാർത്ഥനയുടെ ദിവസം എന്ന് പറഞ്ഞ് പ്രാർത്ഥനയുടെ ദിവസമാണ്. പക്ഷെ നമ്മളുടെ ടീച്ചേഴ്സ് നമുക്കറിയാലോ ഭയങ്കരമായൊരു ആത്മീയ കൂട്ടായ്മകളല്ല. അപ്പം അച്ഛന് അത്യാവശ്യമായിട്ട് ഇന്ന് അവിടെ ശനി ഞായർ തിങ്കളാണ് കുട്ടികളുടെ റിട്രീറ്റ് പാലയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് അച്ഛന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ബലിയർപ്പണം അച്ഛന് വന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിർബന്ധമായിട്ട് അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോ പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് പോകണമെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന പ്രത്യേകമായിട്ട് ഇന്ന് ഓർത്തേക്കണം കേട്ടോ. എന്ന് നിങ്ങൾ ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടാവുന്നൊക്കെ അറിയാം ഇന്നലെ അച്ഛൻ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ. കാരണം കുട്ടികളുടെ ശുശ്രൂഷ വളരെ പ്രധാനപ്പെട്ടതാണ്, നമുക്ക് ശക്തമായിട്ട് നിന്നത്. അതുപോലെ തന്നെ നമ്മൾ പല ഇടവുകളിലും എല്ലാ ഇടവുകളിലും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ശുശ്രൂഷകൾ അതിശക്തം. കുട്ടികൾക്ക് എന്തെങ്കിലും കിട്ടിയാലാണ് പ്രിയ സഹോദരങ്ങളെ കാര്യമുള്ളൂ. വലിയവർക്ക് നമ്മൾ എന്തൊക്കെ കൊടുത്താലും ഈ ഹൈ ഗിയറിട്ട് വണ്ടി പോലെ ആ ഒരു മുരടിച്ചും ഇതൊക്കെ ഉണ്ടാവും. ചെറുപ്പത്തിൽ ഡ്രൈവിംഗ് പഠിച്ച കുട്ടികളാണെങ്കിൽ അവർ വലുതാവും നന്നായിട്ട് ഓടിക്കും. വയസ്സായിട്ട് ഡ്രൈവിംഗ് പഠിച്ച വ്യക്തികൾ നമുക്ക് വണ്ടി ഓടിക്കണാണ്ട് അറിയാം, അവർ റിവേഴ്സ് എടുക്കണാണ്ട് അറിയാം, ഫ്രണ്ട് എടുക്കണാണ്ട് അറിയാം, ഒക്കെ പ്രശ്നങ്ങളാണ്. അപ്പോൾ കുഞ്ഞുനാളിൽ ഇതൊക്കെ പരിശീലിപ്പിക്കണം. ഹല്ലേലൂയ. പിന്നെ നമ്മുടെ സെമിനാരിക്കാരുടെ ഇന്ന് വൈകിട്ട് ആരംഭിക്കാൻ പ്രാർത്ഥിക്കുമല്ലോ അല്ലേ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന സഹോദരങ്ങളെ പ്രഭാഷക പുസ്തകം 38:10 അവിടെ വചനം വെളിപ്പെടുന്ന ഇങ്ങനെയാണ്: നീ തെറ്റുകൾ തിരുത്തി നേരായ മാർഗത്തിലേക്ക് തിരിയുകയും ഹൃദയത്തിൽ നിന്ന് പാപം കഴുകിക്കളയുകയും ചെയ്യുക. എന്താണ് തെറ്റുകൾ തിരുത്തി നേരായ മാർഗത്തിലേക്ക് വരിക? പിന്നെ ഹൃദയത്തിൻ്റെ അകത്തളത്തിലുള്ള പാപത്തെ കഴുകിക്കളയുക. അതെങ്ങനെയാണ് സഹോദരങ്ങളെ? പരിഹാരം, ഉപവാസം, വിശിഷ്യ വിശുദ്ധ കുമ്പസാരം. ഈ 3 മാർഗത്തിലൂടെ നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയുക. പിന്നെ അത് പാപങ്ങൾ കഴുകിക്കളയേണ്ട ഒപ്പം തന്നെ അഭിഷേകത്തിൽ വളരാനായിട്ട് തീക്ഷ്ണതയോട് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുക, വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുക, വചനം വായിക്കുക, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നിങ്ങൾക്ക് നമസ്കാരങ്ങളൊക്കെ അറിയുകയാണെങ്കിൽ, കാനോൻ നമസ്കാരമൊക്കെ അറിയുകയാണെങ്കിൽ അതിലേതെങ്കിലും ഒരു പ്രാർത്ഥന, റംശയോ ലലിയായോ സപ്രയോ ഒക്കെ ഏതെങ്കിലും ഒരു പ്രാർത്ഥന ചൊല്ലിയാൽ അത് നന്നായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഈ വചനം ഏതാ വചനം? നീ തെറ്റുകൾ തിരുത്തി നേരായ മാർഗത്തിലേക്ക് തിരിയുകയും ഹൃദയത്തിൽ നിന്ന് പാപം കഴുകിക്കളയുകയും ചെയ്യുക എന്ന വചനം കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിലെ അന്വർത്ഥമാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.